എന്റെ പ്രിയപ്പെട്ടവരെ, ലോക അവസാനം വരെയുള്ളവർക്ക് പ്രവാചകനായി അല്ലാഹുവിന്റെ റസൂൽ ആരെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന ജനതയ്ക്ക് പ്രവാചകനായി അല്ലാഹു തിരഞ്ഞെടുത്ത നബിയാ. ഇനി നിങ്ങൾക്ക് മനസ്സിലാകണോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം മനസ്സിലാകണോ? ഒരു പ്രവാചകൻ ഇന്നും ആകാശത്ത് 2 പ്രവാചകന്മാര് ജീവിച്ചിരിപ്പുണ്ട്. ആകാശത്ത് റബ്ബിന്റെ സ്വർഗത്തില് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആരാ പടച്ചവനെ? ആകാശത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി എവിടെ ജീവിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ പേരെന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. എങ്ങനാ സ്വർഗത്തിൽ നിന്ന് പോയെന്ന് വരെ കഥ പറഞ്ഞു തന്നിട്ടില്ലേ? എങ്ങനെയാണ് സ്വർഗത്തിൽ ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയ കഥ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനെയും മനോഹരമായ ഒരു കഥ, അത് ഏത് മനുഷ്യനും മറന്നുപോവാ കഥ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെയാ ഇദ്രീസ് നബി സ്വർഗത്തിൽ കയറിയേ? സുബ്ഹാനല്ലാഹ്. ഇദ്രീസ് നബി എങ്ങനെ സ്വർഗത്തിൽ കയറിയേ? ഇദ്രീസ് നബി അലൈഹിസ്സലാം ഐഡിയപരമായിട്ട്, തന്ത്രം എന്ന് പറഞ്ഞാൽ അതാ, വളരെ പ്ലാനായിട്ടാണ് സ്വർഗത്തിൽ കയറി പോയത് ഇദ്രീസ് നബി. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായീൽ അലൈഹിസ്സലാമും തമ്മിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും, സന്ദർശനം നടത്തും. അപ്പോൾ ഒരിക്കൽ ചോദിച്ചു, ഈ മരണം എങ്ങനാ? ഞാൻ എപ്പോഴാണ് മരിക്കണമെന്നൊന്ന് പറയും. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ എനിക്ക് ഈ മരണത്തിൻ്റെ വേദന എങ്കിലും എന്താണെന്ന് എനിക്കൊന്ന് മരിക്കണം. ഈ മരണത്തിൻ്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുമോ? അത് അള്ളാഹിൻ്റെ കയ്യിലാണ്. അള്ളാഹിൻ്റെ അടുത്ത് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, ആഗ്രഹമല്ലേ, സാധിപ്പിച്ചു കൊടുത്തേരാം, മരിപ്പിച്ചിട്ട് ജീവൻ തിരിച്ചു കൊടുക്കാൻ. അങ്ങനെ റൂഹ് പിടിച്ചു, മരിച്ചു ഇദ്രീസ് നബി. തിരിച്ച് ജീവൻ കൊടുത്തു. എങ്ങനുണ്ട്? സുബ്ഹാനല്ലാഹ്. ഇദ്രീസ് നബി പറയാ, പടച്ചവൻ ഇതെന്താപ്പ ഇല്ലേ? അവിടെ നിന്നും മരിച്ചു, മരണത്തിൻ്റെ വേദന അറിഞ്ഞു. ഇദ്രീസ് നബി രണ്ടാമത് അസ്റായീലിനോട് ചോദിച്ചു, എനിക്ക് നരകം ഒന്ന് കാണിച്ചു തരുമോ? അള്ളാഹുടെ നരകം കണ്ടു കഴിഞ്ഞാൽ നന്നാവല്ലോ. അള്ളാഹിനോട് ചോദിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തു. നരകവും കൊണ്ട് കാണിച്ചു കൊടുത്തു. മുകളിൽ കൂടെ ഇങ്ങനെ, ഓ മതി അള്ളാഹ്, പടച്ചവൻ നീ കാണണ്ട. അള്ളാഹ് തിരിച്ചു വന്നു. മൂന്നാമത് ഇദ്രീസ് നബി അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഒരാഗ്രഹം കൂടെ ഉണ്ട്, സ്വർഗം ഒന്ന് കാണിച്ചു തരുമോ? അതും അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ ഇദ്രീസ് നബിയും അസ്റായീൽ അലൈഹിസ്സലാമും കൂടെ സ്വർഗത്തിൻ്റെ മുന്നിൽ വന്നു. എന്നിട്ട് ഇദ്രീസ് നബിയോട് പറഞ്ഞു, ഈ കാണുന്ന സ്വർഗം കയറിപ്പോയി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി വാ, എനിക്ക് കയറാൻ അനുവാദമില്ല.